ഹലോ എവറിബഡി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇതിപ്പോൾ രാവിലെ 6:30 ഞാൻ വീഡിയോ എടുക്കണം, അതുകൊണ്ടാണ് എൻ്റെ സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുന്നത്. എന്താ പറയുക, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എൻ്റെ എന്താ പറയുക, സ്വന്തം ഫ്രണ്ട് എന്ന് പറയാം, കസിൻ എന്ന് പറയാം, എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മോളാണ്. ചെറുപ്പം തൊട്ട് ഞങ്ങൾ എന്താ പറയുക, ഒരുപാട് കളിച്ച് നടന്ന എൻ്റെ ഒരു വൺ ആൻഡ് ഓൺലി ഫ്രണ്ടായിരുന്നു കുഞ്ഞു കുട്ടിയാകുമ്പോൾ. അപ്പോൾ അവളുടെ കല്യാണമാണ് ഇന്ന്, എൻ്റെ അച്ഛൻ്റെ സിസ്റ്ററുടെ മോള് പൂജ. അപ്പോൾ ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ ഡേ അവൾക്കും എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ എന്തായാലും അതിനു വേണ്ടി ഞാൻ ഫുള്ള് റെഡി ആവാൻ വേണ്ടി സെറ്റായിട്ടിരിക്കുകയാണ്. എൻ്റെ മേലഴകലൊക്കെ കഴിഞ്ഞു, കാരണം ഹെയർ വാഷൊക്കെ ഇന്നലെ ചെയ്ത് സെറ്റാക്കി. ഇനിയിപ്പോൾ എന്നെ റെഡിയാക്കാനായിട്ട് മീഷ്മ വരും. മീഷ്മ എൻ്റെ മെഹന്തി ഇട്ട് തന്ന ബ്രൗൺ ഹ്യൂ മെഹന്തി പേജ്, സോ അവർക്ക് മേക്കപ്പ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം എല്ലാം കുറച്ചായി. അപ്പോൾ മീഷ്മ വരും. അതിന് മുന്നേ എനിക്ക് മുല്ലപ്പൂ മേടിക്കാൻ പോകണം. പാലക്കാട് ആയതുകൊണ്ട് അമ്പലത്തിൻ്റെ അടുത്തൊക്കെ മുല്ലപ്പൂ കിട്ടും തോന്നുന്നു. എനിവേസ് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആവാം. അപ്പോൾ ബാക്കി റെഡി ആവലെല്ലാം മീഷ്മ വന്നതിന് ശേഷം ഞാൻ ചെയ്യണുള്ളൂ. മേക്കപ്പ് അങ്ങനെ എനിക്ക് തോന്നുന്നു വഞ്ചന വയൽ ചെയ്താലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ മോയ്സ്ചറൈസർ ഇസ് സംതിങ് നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ എനിക്കതൊരു സേഫ് സൈഡ് തന്നെ അപ്ലൈ ചെയ്യണമെന്നുണ്ട് ഈ ഒരു സമയത്ത്. എന്താ പറയുക, എനിക്ക് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് കുറേ പേര് ചോദിച്ചിരുന്നു, പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നയസിനമൈഡ് 2% നയസിനമൈഡ് ക്ലിയർ മോയ്സ്ചർ ജെൽ ക്രീമാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അതിന് ടെക്സ്ചർ തന്നെ ഉണ്ടല്ലോ, ഒരു ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസറാണ്. നല്ല ലൈറ്റ് വെയ്റ്റാണ്, അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ആവും. നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഭയങ്കര ഗ്രീസി സാധനം ഉണ്ടാവില്ല. ആൻഡ് ഇതിനൊരു വെൽവെറ്റി മാറ്റ് ഫിനിഷാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ സ്കിൻ ടൈപ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മോയ്സ്ചറൈസറാണ്. ആൻഡ് പ്ലം എന്നുള്ള ബ്രാൻഡിനോട് എനിക്കൊരു ട്രസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിനൊരു നാച്ചുറലി ഒരു ഗ്ലോ തരും കേട്ടോ. കണ്ടോ, ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഹോട്ടൽ റൂമിലെ ലൈറ്റിംഗ് ഒക്കെ എപ്പോഴും മുകളിൽ നിന്നായിട്ട് ഒരുമാതിരി ഉണ്ടാവും. ഒരു ബ്രൈറ്റ്നെസ് തരുമെന്ന് പറയണത്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റൈസ് വാട്ടർ എന്നുള്ളതാണ്. നമ്മൾ കുറേ കൊറിയൻ ബ്രാൻഡ്സിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ റൈസ് വാട്ടർ. സോ മേ ബി ആ ഇൻഗ്രീഡിയൻറ്റ് കാരണമായിരിക്കാം നമ്മളൊരു കണ്ടിന്യൂസ്ലി കുറച്ച് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ചേഞ്ച് ചെറുതായിട്ട് നമുക്ക് മനസ്സിലാവും. ബ്ലെമിഷസ് ഒക്കെ ഫെയ്ഡ് ചെയ്യുമെന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അതിനും യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ എനിക്ക് എൻ്റെ ഡ്രൈനെസ്സിന് പറ്റിയൊരു ലൈറ്റ് വെയ്റ്റ് മോയ്സ്ചറൈസറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അമ്മ റെഡിയായോ? ഓക്കെ, സോ അമ്മ റെഡിയായി. നമുക്ക് പോയിട്ട് മുല്ലപ്പൂ വേഗം മേടിച്ചിട്ട് വരണം. ഇപ്പോൾ 15 മിനിറ്റ്സിന് മീഷ്മ വരുന്നിട്ട് വേണം നമുക്ക് റെഡി ആവാൻ. കല്യാണത്തിന് റെഡി ആവാന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് അല്ലേ. നമുക്കിങ്ങനെ ചിലപ്പോൾ നമ്മൾ ഓവറാവും റെഡി ആയിട്ട്, പക്ഷെ എന്നാലും അതൊരു രസമാണ്. കല്യാണ ദിവസം അങ്ങോട്ട് ഭയങ്കരമായിട്ട് സാരിയൊക്കെ കൊടുത്ത് റെഡിയാകും. പക്ഷെ എനിക്ക് വയറുള്ളതുകൊണ്ട് എങ്ങനെയായിരിക്കും ഈ പട്ട് സാരിയൊക്കെ കൊടുത്താന്ന് എനിക്കറിയില്ല. വേസ്റ്റ് മുണ്ട് നല്ല ഒതുങ്ങിയിരുന്നു ഒന്ന് ഫംഗ്ഷൻ. എന്തായാലും നോക്കാം. ഓക്കെ, എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഇവിടുത്തെ കടയൊന്നും അറിയില്ല മുല്ലപ്പൂ കിട്ടുന്നത്. എന്തായാലും കൂടെ മാപ്പ് വെച്ച് പോയി നോക്കാൻ വിചാരിച്ചു. ഫ്ലവർ ഷോപ്പ് നിയർ മീ. നമ്മുടെ മീഷ്മ എത്തിയിട്ടുണ്ട്, എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു അല്ലേ? പിന്നെ അല്ലേ? അപ്പൊ ഞങ്ങൾ അന്നത്തെ അതേ പരിപാടി തന്നെയാണ് ഇന്നും നടക്കുന്ന. പാചകയുടെ കൂടുതൽ അതാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തുടക്കമൊന്നും എടുക്കാൻ പറ്റില്ല. വന്ന ഉടനെ കുറെ വിശേഷമൊക്കെ പറയാനുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അങ്ങനെ മീഷ്മയുടെ കൂടെ ഒരു ചേച്ചി കൂടെ ഉണ്ട് കേട്ടോ. കാണിക്കണ്ടേ? ഞാൻ സാരി ഉടുക്കുമ്പോൾ കാണിക്കാം. ഓക്കെ, അപ്പോൾ വിശദമായിട്ട് കാണിക്കാം. അങ്ങനെ അപ്പൊ നമ്മൾ ഇന്ന് എന്താ ചെയ്യണത്? നമ്മൾ മേക്കപ്പ് ചെയ്യുന്നു, കല്യാണത്തിന് റെഡി ആവുന്നു. വളരെ മിനിമലായിട്ടുള്ള മേക്കപ്പാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ പേടിക്കണ്ട, അപ്പോൾ ഒന്നും ചെയ്തില്ല, ബേസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. സാരി കൊടുത്തു, ഹെയർ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഭയങ്കര ടൈറ്റ് ആണോ? ഏതാ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല കേട്ടിട്ടോ, കുഴപ്പമില്ല. വിചാരിച്ച പോലെ ലൈറ്റ് സിമ്പിൾ.
ആക്സസറീസ് എല്ലാം സൃഷ്ടി ജ്വല്ലേഴ്സ് എന്നാണ് പാലക്കാട് എന്നുള്ളത്. പിന്നെ എൻ്റെ ബ്ലൗസ് ചെയ്തിരിക്കുന്നത് ശബരിചേട്ടനാണ് ആസ് യൂഷ്വൽ. ചിരിക്കല്ലേ, അതാ ഇത് കുറച്ചുകൂടി ഓവറാവും. ചമ്മി നിക്കണ ഇത് മീഷ്മ. ഓൾമോസ്റ്റ് സെറ്റായി. സിമ്പിളായി, സിമ്പിളല്ല, കുറച്ച് ആർഭാടമല്ലേ. എന്റെ ഫസ്റ്റ് കസിന്റെ കല്യാണമല്ലേ, ഇനി കഴിഞ്ഞു പോവല്ലേ. എന്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളെങ്കിൽ വേറെ കല്യാണം ഇല്ല. അപ്പൊ നമ്മൾ അത്യാവശ്യം ആർഭാടം. ഞാൻ മറ്റേ അല്ലേ. കല്യാണത്തിന് മുന്നേ അച്ഛൻ്റെ ഫാമിലി മാത്രമായിട്ട് വളരെ ഒരു ഇൻറ്റിമേറ്റ് സംഗീത് ഫംഗ്ഷനും ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് ക്ലിപ്സ് കൂടി ഞാൻ കാണിക്കാം കേട്ടോ. ഭീഷ്മി ചേച്ചിയൊക്കെ പോയി എല്ലാരും സെറ്റ് ചെയ്യുന്നത്. പാവം ഞാൻ ഫ്രണ്ടിൽ ഞാൻ ഫ്രണ്ടിലിരിക്കുന്നോണ്ട് ഇല്ല ബാക്കിൽ എല്ലാരും ഭയങ്കര തിങ്ങിയിരിക്കുകയാണ്. പക്ഷെ നമ്മളിതാ പൊക്കൊണ്ടിരിക്കുന്നു. നല്ല മഴക്കാറുണ്ടല്ലേ. എന്റെ ചളി അടിച്ചില്ല നോക്കിയായിരുന്നു. വിത്തിൻ മിനിറ്റ്സ് ഇനി കെട്ടി പോവാൻ പോണ അപ്ഗ്രഡേഷൻ. നല്ല രസമുണ്ട്, കൊള്ളാം, അടിപൊളി, നല്ല സെറ്റാണ്, കൂൾ. വേർപ്പിന്റെ അസുഖമുള്ളതുകൊണ്ട്
വിഭവസമൃദ്ധമായ സദ്യ. ടേസരം പക്ഷെ സ്വീറ്റ് കഴിക്കില്ലല്ലോ. ഹായ് ചന്ദ്രോ, ഹായ് മല്ലി. എങ്ങനെയുണ്ട്? അടിപൊളി പറഞ്ഞേ. കല്യാണമൊക്കെ കഴിഞ്ഞു. മേക്കപ്പ് നല്ല ഇഷ്ടപ്പെട്ടു. മീഷ്മ താങ്ക് യു വൺസ് അഗൈൻ. ആൻഡ് ആക്സസറീസ് കമ്പനി ഞാൻ അയച്ചു. സൃഷ്ടി ജ്വല്ലേഴ്സ് താങ്ക് യു സോ മച്ച്. ആൻഡ് ശബരി ചേട്ടനാണ് ബ്ലൗസ് ചെയ്തത്. സോ സബറി താങ്ക് യു സോ മച്ച്. പിന്നെന്താ, അപ്പോൾ കല്യാണമൊക്കെ വളരെ ഗംഭീരമായി. ഇനിയിപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് എന്താ പ്ലാൻ അറിയില്ല. ചിലപ്പോൾ ഇന്ന് തന്നെ പോവും, ഇല്ലെങ്കിൽ നാളെ പോവും. എന്തായാലും നോക്കാം. ഓക്കെ, ടയേർഡായി. ഇന്ന് തന്നെ കൊച്ചിക്ക് തിരിച്ചു പോകാമെന്ന് അങ്ങനെ ഡിസൈഡ് ചെയ്ത് ഞങ്ങൾ വന്നൊരു റോസ്റ്റൊക്കെ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു വൈകുന്നേരം. അപ്പോഴാണ് ആൻറ്റിക്കും അങ്കിളിനെയും ഒന്ന് കോട്ടമൈതാനം കാണിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളിങ്ങനെ ഇവിടുത്തെ ഹനുമാന്റെ അമ്പലത്തിലൊക്കെ പോയി. ഞാൻ ഇവിടെ ചെറിയ കുട്ടിയാവുമ്പോൾ വന്നിട്ടുണ്ട്. പശ്ചിമഘട്ടം മലനിരകളുണ്ട്. പശ്ചിമഘട്ടം മലനിരകളുണ്ട്. ഏത് ഭാഷ? ഇതാണ് പാലക്കാട്. ഇതോ പാലക്കാടുകാര് കേക്കണ്ട. യാക്കര പുഴയുണ്ട്. വേറൊന്നുമില്ലേ? വേറൊന്നുമില്ല. നമ്മള് പറഞ്ഞില്ല യാക്കരയാണോ ടൈറ്റ്ലി പാക്ഡ് ആയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ആണ്, വലിയ വീഡിയോ എനിക്കറിയില്ല, ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഒന്ന് കാണുന്നവരെ ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ ബൈ. പാലക്കാട് ലുലു മോൾ കാണിച്ചു തരാം. കടന്റെ അങ്ങള് തൃശ്ശൂർ ഭാഷയാണല്ലോ പറയണേ. പാലക്കാട് ലുലു. എന്തായാലും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വലിയ വീഡിയോ ആണോ ചെറിയ വീഡിയോ ആണെന്ന് അറിയില്ല, എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കാം. അപ്പോൾ എന്തായാലും കല്യാണമൊക്കെ ബ്യൂട്ടിഫുൾ ആയി കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ